ഹലോ, വെൽക്കം ബാക്ക്. പത്തനംതിട്ട ജില്ലയിലെ ഒരു സംഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. 62 പേര് പീഡിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ കഥ 2 ദിവസമായിട്ട് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. വസ്ത്രധാരണമാണോ പ്രശ്നം, അതുകൊണ്ടാണോ 62 പേര് 18 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ ഇതുപോലെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചത്? നമ്മുടെ കേരള സമൂഹം, പൊതുസമൂഹം ലജ്ജിച്ച് തല താഴ്ത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഘോരഘോരം ഒരുപാട് ആളുകൾ ഇരുന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ കുറേ ന്യൂസ് ഞാൻ കേട്ടു കേട്ടോ. അതിൽ കേട്ടതിൻ്റെ സാരാംശം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിക്ക് 13ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതാണ് ഈ പീഡനം എന്ന് പറയുന്നത്. 13ാമത്തെ വയസ്സിൽ ഫസ്റ്റ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ സമ്മതത്തോടെ തന്നെ, കാമുകനാലാണ്. അത് സമ്മതത്തോടെ തന്നെയാകുമ്പോൾ അത് പീഡനം എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇങ്ങനെ ഒരു അനുഭവം ഇവർക്കുണ്ടാകുന്നത് സ്വന്തം കാമുകനാലാണ്. അതിനുശേഷം കാമുകൻ ഈ കുട്ടിയുടെ നഗ്ന ഫോട്ടോസ് എടുക്കുകയും വീഡിയോസ് എടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കും എന്ന് പറഞ്ഞ് കൂട്ടുകാർ സഹിതം പീഡിപ്പിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് വേറൊരു സംഭവം കൂടെ നടന്നിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്നത് മഹാമദ്യപാനിയായ ഒരാളാണെന്ന് പറയുന്നുണ്ട്. ഈ അച്ഛൻ മദ്യപിച്ച് ബോധം കെട്ട് കിടക്കുമ്പോൾ ഈ അച്ഛൻ്റെ ഫോൺ എടുത്തിട്ട് ഈ അച്ഛൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുക, അങ്ങനെ ഒരുപാട് ഇവരുമായിട്ട് സംസാരിക്കുക. അതുവഴി ഫ്രണ്ട്സ് പിന്നെ വീട്ടിൽ വരാൻ ഇടയാകുക, ഫ്രണ്ട്സ് പെൺകുട്ടിയെ ചൂഷണം ചെയ്യുക, ആ രീതിയിലൊക്കെ ഒരുപാട് ചൂഷണത്തിന് ഇരയായി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലും ഒരു കാരണക്കാരി എന്ന് പറയുന്നത് ഫസ്റ്റ് ഈ പെൺകുട്ടി തന്നെയാണ്. ഒരു 13 വയസ്സ് എന്ന് പറയുമ്പോൾ ഒരു ചായ ഇടാൻ പറഞ്ഞ പെൺകുട്ടികൾക്ക് അറിയുന്നുണ്ടാവില്ല, ഇന്ന് ഒന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഒരു കാമുകനെ ഉണ്ടാക്കണം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ പെൺകുട്ടിക്ക് അറിയാമെന്നുള്ളതാണ്. എല്ലാവരും ഇതിനനുസരിച്ച് നീന്തുന്ന ഒരു സമൂഹത്തെ നമുക്കിന്ന് കാണാൻ പറ്റുന്നത്. എല്ലാവരും ഹോരം വിളിച്ചു പറയാണ്, പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു. 62 പേര്. ഈ പെൺകുട്ടി പറയുന്ന 62 പേരും എടുത്തു വെച്ചിട്ട് അവരെ ക്രൂശിക്കുകയാണ്. ഇതിൽ സത്യമുണ്ടോ കള്ളമുണ്ടോ ഒന്നും അറിയില്ല. പെൺകുട്ടി വിളിച്ചു പറയുന്നത് എന്താണോ അതാണ് ശരി. എത്ര പേർക്കറിയാം ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന്? വൈരാഗ്യമുള്ള ആളുകളുടെ പേര് മുഴുവൻ വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ അത് സത്യമാണെന്ന് തെളിയിക്കാൻ പറ്റും? ഇപ്പോൾ സൂര്യനെല്ലി കേസ് പോലെ ഒക്കെയുള്ള റിയൽ ആയിട്ടുള്ള കേസുകളുണ്ട്. ഇപ്പോഴും നീതി കിട്ടാത്ത, ആക്രമിക്കപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെ കേസ് ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. അർജുൻ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി പീഡിപ്പിച്ചതിൻ്റെ സ്ഥലം ഞാൻ മറന്നുപോയി. ആ ഒരു ചെറിയ പെൺകുട്ടി, 5 വയസ്സോ 4 വയസ്സോ ഉള്ള പെൺകുട്ടി. അതുപോലെ നീതി കിട്ടാത്ത ഒരുപാട് കേസുകൾ, നീതി അർഹിക്കുന്ന കേസുകളുണ്ട്. അതിനിടയ്ക്കാണ് ഇത്. സത്യം പറഞ്ഞ ഈ ന്യൂസ് കേട്ടപ്പം എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ആലോചിച്ചപ്പം പൂർണ്ണമായിട്ടും തെറ്റുകാരി ഈ പെൺകുട്ടിയായിട്ട് തന്നെയാണ് തോന്നിയത്. ഇനി ബാക്കിയുള്ളവരൊക്കെ പീഡിപ്പിച്ചു എന്നിവർ പറയുന്നു. 62 പേര് ഈ 18 വയസ്സിനുള്ളിൽ 5 വർഷം കൊണ്ട് 13 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ ഇവരെ പീഡിപ്പിച്ചു എന്നിവർ പറയുന്നു. ഇതിന് വ്യക്തമായ രേഖകളില്ല, തെളിവുകളില്ല. അതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇവർ വിളിച്ചു പറയുന്നത് ഇപ്പോൾ 35 പേരുടെയെങ്ങാണ്ട് പേര് എഴുതി വെച്ചിട്ടുണ്ട് അത്രേ. അപ്പോൾ ഇവരെന്ന് പെണ്ണിൻ്റെ മൊഴിക്കാണല്ലോ വില അല്ലേ? അപ്പോൾ ഇവർ ഏതൊരു പേരൊക്കെ എഴുതി വെച്ചാലും അവരൊക്കെ സംശയത്തിൻ്റെ നിഴലിലാണ്, അവരൊക്കെ പീഡകരാണ്. പീഡനം നടക്കുന്നില്ല എന്ന് പറയുകയോ പീഡനത്തെ ന്യായീകരിക്കുകയോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇതിനെല്ലാം വഴിവെച്ചത് ഈ പെൺകുട്ടി തന്നെയാണ് എന്ന് കരുതിയിട്ട് കയറി പീഡിപ്പിക്കണോ എന്ന് ചോദിക്കും. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ, നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് ഒട്ടും അറിയില്ല. അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ സ്വന്തം വീട്ടുകാർക്ക് സ്വന്തം മകളെ പറ്റിയിട്ട് യാതൊരു ധാരണയില്ലേ? അച്ഛൻ എന്നും മദ്യപിച്ച് ലെക്ക് കെട്ട് കിടന്ന് ഉറങ്ങുകയാണെന്ന് പറയുന്നു. അപ്പോൾ അമ്മ എവിടെയാണ്? ഈ പെൺകുട്ടിയെ പറ്റിയിട്ട് അവർക്ക് യാതൊരു ധാരണയില്ലേ? ഈ 5 വർഷം സ്വന്തം മകൾ ഇതുപോലെ ഇത്രയധികം ആളുകളാൽ പീഡിപ്പിക്കപ്പെടുന്നത് ഇവരറിഞ്ഞേയില്ല. അങ്ങനെ ഒരു അച്ഛനും അമ്മയുമാണ് ഇവർക്കുള്ളത് എന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് സുരക്ഷിതത്വമാണ് സ്വന്തം കുടുംബത്തിൽ നിന്ന് കിട്ടുന്നത്? അതുപോലെ തന്നെ ഇവർക്ക് സ്വയമായിട്ട് ഇവരുടെ ശരീരത്തിന് എന്ത് പ്രൊട്ടക്ഷനാണ് നൽകുന്നത്? ഈ അച്ഛൻ കുടിച്ചു കിടന്നാൽ അച്ഛൻ്റെ ഫോൺ എടുത്ത് അച്ഛൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കാനായിട്ടുള്ള ആ ഒരു വിവരം ആരാണ് ഇതിന് പറഞ്ഞു കൊടുത്തത്? അതേപോലെ 11 വയസ്സാകുമ്പോഴേ കാമുകൻ വേണം, ഇരുന്നോട്ടെ, സ്നേഹിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. 13 വയസ്സ് മാത്രമല്ലേ ഉള്ളൂ. ഇതിനുള്ളിൽ ഈ ശാരീരികമായ ബന്ധങ്ങളും എല്ലാം ചെയ്യാനായിട്ടുള്ള ധൈര്യം എവിടെ നിന്നാണ് ഈ കുട്ടിക്ക് വരുന്നത്? അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരുടെയും പെർമിഷൻ വേണ്ട. ഇതൊരു ട്രാപ്പിൽ പെട്ട് കഴിയുമ്പം, ആർക്കും അവൈലബിൾ ആണ് എന്ന് അറിഞ്ഞു കഴിയുമ്പം ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അത് ഈ പറയുന്ന ഹോരം വാദിക്കുന്ന എല്ലാവരുടെയും പാസ്റ്റ് എടുത്ത് നോക്കിയാൽ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞതുപോലെ എവിടെയൊക്കെ ഇവർക്ക് അവസരം കിട്ടിയിട്ടുണ്ടോ അവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളവരായിരിക്കാം മിക്ക ആളുകളും. എന്നിട്ടിപ്പം എന്തോ വലിയ സംഭവമായിട്ട് എടുത്തുകൊണ്ട് വരികയാണ്. ഹണി റോസിൻ്റെ വസ്ത്രധാരണമാണ് പ്രശ്നം എന്ന് പറഞ്ഞു. ഇപ്പോൾ എങ്ങനെയാണ്? സൂര്യനെല്ലി
കേസ് പോലെയല്ലേ? കണ്ടില്ലേ, 62 പേര് 18 വർഷമായിട്ടും പീഡിപ്പിച്ചു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാ വിവരവും ഉണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എല്ലാത്തിനെ പറ്റിയിട്ട് നല്ല അറിവുണ്ട്, എല്ലാത്തിനെയും ഹാൻഡിൽ ചെയ്യാൻ അറിയാം, സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പോലും ഈ 5 വർഷമായിട്ട് ഇത്രയധികം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിക്ക് എന്തുകൊണ്ടാണ് ഇത് സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇവരുടെ വീട്ടുകാർ മിണ്ടാതിരിക്കുന്നത്? അച്ഛൻ എന്തുകൊണ്ടാണ് ഇത്രയധികം റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു ഫാദറായിട്ട് മാറുന്നത്? അമ്മ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? ഈ പെൺകുട്ടി എന്തിനാണ് സ്വന്തം ശരീരത്തെ തന്നെ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നത്? ഒരു വേള പ്രതികരിച്ചുകൂടെ? എല്ലാവരുടെ നിസ്സഹായാവസ്ഥയാണ് എന്ന് പറഞ്ഞിട്ട് ബൂസ്റ്റ് ചെയ്യരുത്. എല്ലാവരും ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? എന്ത് കണ്ടാലും ഒഴുക്കിനനുസരിച്ച് അങ്ങ് നീന്തി പോവുകയാണ്. എവിടെയെങ്കിലും ആരെങ്കിലും ഇതാണ് തെറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് തെറ്റെന്ന് പുറമേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. അല്ല, ഇതാണ് ശരിയെന്ന് പറഞ്ഞാൽ ഇതാണ് ശരിയെന്ന് പുറകെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സത്യാവസ്ഥ പറയാനോ അല്ലെങ്കിൽ ഇതിൽ വിമർശിക്കേണ്ടവരെ ഒന്നെടുത്ത് വിമർശിക്കാനോ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ നിങ്ങൾ ഈ ഇരവാദം ഇറക്കുമ്പോൾ, ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നവരൊക്കെ ഇരകളാണ് എന്ന് പറയുമ്പോൾ റിയലായിട്ടും നീതി കിട്ടേണ്ട ഒരുപാട് ആളുകളുണ്ട്. അതിനിടയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് എനിക്കിതത്ര ജെന്യുവിനായിട്ടുള്ള കേസായിട്ട് തോന്നുന്നില്ല. ഈ പെൺകുട്ടി അത്ര നീതിവതിയാണെന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഇവർക്ക് ഞാൻ പറഞ്ഞ ഫസ്റ്റ് 2 കാര്യങ്ങൾ തന്നെ മതി. ഇവർക്ക് 13 വയസ്സാകുമ്പോഴേ കാമുകൻ്റെ കൂടെ എല്ലാത്തിനും തയ്യാറാകാം. അച്ഛൻ്റെ കൂട്ടുകാരെ സുഹൃത്തുക്കളെ വിളിക്കുന്ന കാര്യം എന്താണ്? അങ്ങോട്ടുള്ള സമീപനം പോലെ ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ ധൈര്യമായിട്ട് ഒരു സുഹൃത്തും അച്ഛൻ്റെ സുഹൃത്തുക്കൾ ആദ്യമായിട്ട് വീട്ടിൽ കയറി വന്ന് അറ്റാക്ക് ചെയ്യുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ അമ്മ എവിടെയാണ്? അമ്മ എന്ന് പറയുന്ന സ്ത്രീ ഇല്ലേ? അല്ലെങ്കിൽ വീട്ടിൽ ആരുമില്ലേ ഇവർക്ക്? ഇതിനെയൊക്കെ മറച്ചു പിടിച്ചിട്ടാണ് പറയുന്നത് പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു, കേരളമേ തല താഴ്ത്തു, ലജ്ജിച്ച് തല താഴ്ത്തു, കേരളീയരെന്താണ് ഇങ്ങനെ, നമ്മളെന്താണ് ഇങ്ങനെ, സത്യം എന്താണ്, കാള പെറ്റു എന്ന് കേൾക്കുന്നതിന് മുമ്പ് കയറെടുക്കുന്നു എന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ വിമർശനങ്ങളെ മുഴുവൻ അങ്ങനെയാണ് തോന്നുന്നത്. കാര്യം വെറുതെ അങ്ങ് പറയുകയാണ് പെൺകുട്ടി അനുഭവിച്ച പെൺകുട്ടി ഒരു വാക്കാലം ഒന്നും ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാളെ ഈ പറയുന്ന നിങ്ങളുടെ നേരെ വെറുതെ ഓരോ ആളുകളുടെ നേരെ വെറുതെ ഒരാൾ കൈ ചൂണ്ടുകയാണ്. ഞാൻ പീഡിപ്പിക്കപ്പെട്ടു, ഇന്ന ആളാൽ ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയായിരിക്കും. അതായത് പെണ്ണ് പറയുന്നതും ഒരു പരിധിക്കപ്പുറം ആവശ്യമില്ലാതെ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുകയാണ് പീഡനം നടക്കുന്നില്ല എന്നോ പീഡിപ്പിക്കപ്പെടുന്നില്ല എന്നോ അല്ല ഞാൻ പറയുന്നത്. ആ റിയൽ ആയിട്ടുള്ള കേസുകൾ വരെയും ഇപ്പോഴും അവതാളത്തിൽ കിടക്കുകയാണ്, നീതി കിട്ടാതെ കിടക്കുകയാണ്. ആ സമയത്താണ് ഒരു പെൺകുട്ടി 5 വർഷമായിട്ട് അനുഭവിക്കുന്ന പീഡനം. ഒരുപാട് പേരെ എനിക്കും അറിയാം, പേഴ്സണലി എനിക്കറിയുന്ന കാര്യങ്ങളുണ്ട്. ആളുകൾ വെച്ചിട്ട് രണ്ടാനച്ഛൻ ലെവലിൽ നിന്നിട്ട് ആളുകൾ പീഡിപ്പിക്കുന്ന പെൺകുട്ടികളെ എനിക്കറിയാം. എനിക്ക് നേരിട്ടറിയാവുന്ന കേസുണ്ട്. ഒരു പെൺകുട്ടിയുടെ കേസിൽ ഞാൻ CWCയിൽ വിളിച്ചു പറഞ്ഞത് വരെയാണ് ആ പെൺകുട്ടി രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട്. CWC ആളുകൾ ഇത് അന്വേഷിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി കൈമലർത്തി. ഇയാൾ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു കൊടുത്തു. ഒരു 10-12 വയസ്സുള്ള പെൺകുട്ടിയാണ്. കുറച്ച് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു കൊടുത്തപ്പോഴത്തേനും ഈ പെൺകുട്ടി നേരെ തിരിച്ചു പറഞ്ഞു. ഇത് പോയി കഴിഞ്ഞപ്പോൾ തിരിച്ച് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഹെൽപ്ലെസ് ആണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടിക്ക് അവർ കൊണ്ടുപോയി പഠിപ്പിച്ചേനെ ഒക്കെ ചെയ്തേനെ. പക്ഷേ കുട്ടിക്ക് അപ്പോൾ ഇയാളാണ് വലുത്. കുട്ടി അഡ്ജസ്റ്റബിൾ ആണ്. ഇയാൾ എവിടെ പോയാലും അയാളുടെ കൂടെ ബൈക്കിൽ കയറി പോകാനും എല്ലാത്തിനും പെൺകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നെന്തോ ഒരു ഒഴുക്കിനങ്ങ് പറഞ്ഞു പോയി. പക്ഷേ പുള്ളിക്ക് ഈ പെൺകുട്ടിക്ക് ഒട്ടും ഇയാളെ കാണാതെ ഇരിക്കാനും പറ്റില്ല, ഇയാളുടെ കൂടെ കറങ്ങാനും. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ഏതാണ്ട് 10-18 വയസ്സായി. ഇപ്പോഴും അയാളെ കെട്ടിപ്പിടിച്ച് അയാളുടെ കൂടെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. ആ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇതിൽ ഇടപെടാൻ നിന്നാലും നമ്മളാകും കുറ്റക്കാർ. ഞാൻ പറഞ്ഞില്ലേ, ഞാനതിൽ നേരിട്ട് ഇടപെടാൻ ഒന്നും നിന്നില്ല. ഇതറിഞ്ഞതുകൊണ്ട് ഞാൻ CWC വഴിയാണ് ഇതിന് മൂവ് ചെയ്തത്. അവർ വന്നപ്പോൾ പെൺകുട്ടിക്ക് ഒരു പ്രശ്നവുമില്ല, അത് വെറുതെ ആക്കിക്കളഞ്ഞു. അയാൾ പറഞ്ഞത് മാത്രമേ ഈ പെൺകുട്ടി കേട്ടു. പിന്നെ എന്താണോ ഇനി അത് അനുഭവിക്കുക, അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. 2 ചോക്ലേറ്റോ അതോ മേടിച്ചു കൊടുത്ത 12 വയസ്സുള്ള കുട്ടിയാണല്ലോ അന്ന്. ആ പറയുന്ന 12 അല്ല, ആ പറയുന്ന സമയത്ത് ഒരു 14 വയസ്സ് 3-4 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അപ്പോൾ 14 വയസ്സുള്ള പെൺകുട്ടിക്ക് പ്രശ്നമില്ല. പിന്നെ അത് തന്നെയല്ല, ആ പെൺകുട്ടി ഇയാളോട് കാണിക്കുന്ന സമീപനമൊക്കെ കാണുമ്പോൾ എനിക്കറിയാം. പലവട്ടം പലയിടത്ത് വെച്ചും കണ്ടിട്ടുള്ളതാണ്. ബൈക്കിൽ പോവുകയാണെങ്കിലും ഇയാളെ കെട്ടിപ്പിടിച്ചിരുന്നാണ് പോവുക. ഇയാൾ എവിടെയെങ്കിലും പോയാൽ കൊണ്ടുപോയില്ലെങ്കിൽ കരയും ബഹളം ഉണ്ടാക്കും എന്നൊക്കെയാണ് പറയുക ഇയാളുടെ അമ്മയോട്. അതുപോലെ ഈ പെൺകുട്ടിയുടെ രണ്ടാനച്ഛൻ എന്ന് പറഞ്ഞാൽ ഇവർ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, ആ സ്ത്രീയുടെ കൂടെ ജസ്റ്റ് താമസിക്കുന്ന ആളാണ് ഇദ്ദേഹം. അപ്പോൾ അമ്മയെ ഞാൻ വിളിച്ചോന്ന് പറഞ്ഞു, പെൺകുട്ടി ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞല്ലോ, സത്യമാണ്, നിങ്ങളൊന്ന്
ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞത് അത് പെൺകുട്ടികളായ അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവിക്കേണ്ടതൊക്കെ വരും. അങ്ങനെയല്ലേ, ഞാൻ ആരാണ് ഏതാണ് എന്താണെന്നൊന്നും അറിയില്ല, ഫോണിൽ കൂടെ പറഞ്ഞ ഒരു ഇതേ ഉള്ളവർക്ക് അങ്ങനെയൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും. ഈ അമ്മയ്ക്ക് യാതൊരു പ്രശ്നമില്ല. ഈ അമ്മ മോളോടും പറഞ്ഞേക്കുന്നത് പെണ്ണുങ്ങളായ അങ്ങനെയൊക്കെയാണെന്ന്. ഈ രണ്ടാനച്ഛൻ ഈ കൂടെ കൂടിയേക്കുന്ന ഇയാളുടെ കുറച്ച് ഫുഡ് കൊണ്ട് കൊടുക്കുന്നതോ മദ്യപിക്കുമെന്നൊക്കെ പറയുന്നു, കുറച്ച് മദ്യം കൊണ്ട് കൊടുക്കുന്നതോ അങ്ങനെയൊക്കെ മതി അവർക്ക്. അവിടെ ചാരിത്രം എന്ന് പറയുന്നതിനൊന്നും ഇവർ തന്നെ വില കാണുന്നില്ല. ഇനി ഒരു വേള ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ ഈ പറയുന്ന പ്രസ്തുത പെൺകുട്ടിക്ക് ഒരു കാമുകനുണ്ടായാൽ ആ സമയത്ത് പുറത്ത് വരും, പീഡിപ്പിച്ചു, ഇയാൾ എന്നെ ഇത്രയും വർഷം വിട്ട് പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് ഈ കഥ വലിയ സംഭവമായിട്ട് വരും. ഇവരുടെ ഇഷ്ടത്തോടു കൂടിയാണ് എന്നുള്ളത് എനിക്കറിയുന്ന കാര്യമാണ്. എനിക്ക് ഒരുപാട് അറിവില്ലെങ്കിലും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരു വേള ഇവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇനി ഒരു സമയത്ത് പറയും പീഡനം, ഇത്രയും വർഷം പീഡിപ്പിക്കപ്പെട്ടു. അതിൽ ആ വൃത്തികെട്ടവൻ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. അതിൻ്റെ ഇപ്പോൾ ഈ 18 വയസ്സായി പെൺകുട്ടിക്ക്, ആ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് അത്രയും പ്രായമുണ്ട്. ആ ലേഡി ചെയ്യുന്നത് തെറ്റല്ലേ? സ്വന്തം അമ്മയ്ക്കില്ല ആ കുട്ടിയെ പറ്റിയിട്ട് ഒരു കരുതൽ, ആ കുട്ടിക്കില്ല സ്വന്തം ചാരിത്രത്തെ പറ്റിയിട്ട് ഒരു ബോധം. അടിച്ചു പൊളിച്ച് നടക്കുക, ഇയാളുടെ കൂടെ എൻജോയ് ചെയ്യുക, അമ്മയും മോളും ഒരുപോലെ ഇയാളുടെ കൂടെ ജീവിക്കുക, അത്ര തന്നെയാണ്. പുറത്ത് വന്നു കഴിയുമ്പോൾ ഇതിനൊക്കെ വേറെ മാനവും വേറെ ഒരുപാട് തലങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ വരുന്ന കേസുകളെല്ലാം അപ്പാടെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും നമുക്ക് പറ്റില്ല. ഇവരുടെ ഇംഗിതം, ഇവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നടക്കാതെ വരുമ്പോൾ എല്ലാം പുറത്ത് പറഞ്ഞ് വൈരാഗ്യം തീർക്കുന്ന ഒരു സംഭവം കൂടെ ഇതിലുണ്ട്. അതുകൂടാതെ റിയലായിട്ട് നടക്കുന്ന കേസുകളുമുണ്ട്. ഇങ്ങനെ ഒരുപാട് എല്ലാം കൂടെ കൂടിക്കൊഴിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് തന്നെ സത്യം ഏതാണ് മിഥ്യ ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കേരള സമൂഹമുള്ളത്. അതിന് എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ട് കഴിയുമ്പോഴത്തേക്ക് അതിനു വേണ്ടിയിട്ട് കേരള സമൂഹം മുഴുവൻ ലജ്ജിച്ച് തല താഴ്ത്തി അങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുന്നതും ഇതും കൂടെ കൂട്ടിക്കുഴച്ച് അങ്ങനെ ഒരു കഥയായിട്ട് ഉണ്ടാക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ തന്നെയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്